ദിനംപ്രതി വായിച്ചു വരുന്ന പോലെ ഇന്നും 115-ാം സങ്കീർത്തനത്തിൽ നാം കടന്നു വന്നിരിക്കുകയാണ്. അതിൽ നിന്നുകൊണ്ട് ഒരല്പസമയം ദൈവത്തെ സ്തുതിക്കുവാൻ, ഹല്ലേലൂയ, സ്തോത്രം. ദൈവം ചില ചിന്തകളൊക്കെ ഈ സങ്കീർത്തന ഭാഗത്തിലൂടെ ഇടയിൽ കാണിച്ചു തരികയും അതിനെ ഒരല്പസമയം ധ്യാനിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, നിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം നിന്റെ നാമത്തിന് മഹത്വം വരുത്തണമേ. അപ്പോൾ ഈ 1-ാമത്തെ വാക്യത്തിൽ തന്നെ പറയുന്നു, ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല. അപ്പോൾ നമുക്ക് ഒന്നും നമുക്കുള്ളതല്ല. നമ്മുടെ മുമ്പിൽ, ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ സാഷ്ടാംഗം വീണ് ദൈവത്തെ, ഹല്ലേലൂയ, സ്തോത്രം, നാം മഹത്വപ്പെടുത്തുമ്പോൾ എന്താ ഇവിടെ സംഭവിക്കുന്നത്? അവൻ്റെ ദയയും വിശ്വസ്തത നിമിത്തം നിന്റെ നാമത്തിന് മഹത്വം വരുന്നു. അവൻ്റെ ദയയും വിശ്വസ്തതയുമാണ്. അതുകൊണ്ടാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല. ഒന്നും നമുക്കുള്ളതല്ല, സകലതും ദൈവത്തിൻ്റെ ദയയും കരുണയും ആയതുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം അവിടെ തുടങ്ങുകയാണ് ചെയ്യുന്നത്. അടുത്തത് അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ വന്ന്, അവരുടെ ദൈവം ഇപ്പോൾ എവിടെയെന്ന് ജാതികൾ പറയുന്നത് എന്ത്? അതൊരു ചോദ്യമാണ്. അവരുടെ ദൈവം. അപ്പോൾ നാം ദൈവത്തെ ദിനംപ്രതി ആരാധിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു, എല്ലാ ആഴ്ചകളിലും നാം ആരാധനയ്ക്ക് വരുന്നു, നാം കടന്നു പോകുന്നു. എന്നാൽ ജാതികൾ പല പ്രതിസന്ധികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും ജാതികൾ തിരിഞ്ഞു നിന്നോട്ട് ചോദിക്കും, ഇവരെന്നും കൈകൊട്ടും പാട്ടും ആരാധനയൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഇവർക്ക് എന്തുകൊണ്ട് ഇത് വരുന്നു? ഇവരുടെ ദൈവം എവിടെയാണെന്ന്. അതിൻ്റെ അടുത്ത വാക്യത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. 3-ാമത്തെ വാക്യത്തിൽ, നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്, തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും അവൻ ചെയ്യുന്നു. അപ്പോൾ ദൈവം തനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യണമെങ്കിൽ സ്വർഗത്തിലിരിക്കുന്ന ദൈവം ഈ ഭൂമിയിൽ മനുഷ്യനെ ആക്കി വെച്ചിരിക്കുമ്പോൾ ജാതികൾ പലതും പറയട്ടെ, ദൈവത്തെ ആരാധിക്കാത്തവർ, അവരുടെ തോന്നിയവസം ജീവിക്കുന്നവർ, അവർ പലതും പറയട്ടെ, ആക്ഷേപിക്കട്ടെ, എന്ത് ചെയ്താലും. എന്നാൽ നമ്മുടെ ദൈവം എവിടെയുണ്ട്? സ്വർഗത്തിലുണ്ട്. നമ്മുടെ ദൈവത്തിന് ജീവനുള്ള ദൈവമാണ്. അതുകൊണ്ടാണ് നമ്മോട് സംസാരിക്കുന്ന ദൈവമാണ്. അത് നമുക്ക് നമ്മുടെ വേദപുസ്തകത്തിൻ്റെ അകത്ത് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നോക്കുമ്പോൾ പലപ്പോഴും പല ഭാഗത്തും ദൈവം മനുഷ്യനോട് സംസാരിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. കാരണം ദൈവത്തോട് അടുത്ത് നടക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ സംസാരം നമുക്ക് കേൾക്കാനിടയായി തീരുന്നത്. പഴയ നിയമത്തിലെ യഹോവയായിട്ട് വെളിപ്പെട്ട ദൈവം പുതിയ നിയമത്തിൽ വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവാണ്. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ മനുഷ്യനായിട്ട് തന്നെ ഈ ഭൂമിയിലേക്ക് വന്നിട്ട് നമ്മളോട് സംസാരിക്കാതെയാണ് ഇരുന്നത്, നമ്മളോട് സംസാരിച്ചുകൊണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അരികിലേക്ക് വരത്തില്ല. കാരണം നമ്മളെ നടത്തണം എന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആവശ്യമാണ്. അതുകൊണ്ടാണ് ആ കാര്യസ്ഥനെ ഈ ലോകത്തിലേക്ക് അയക്കുന്നത് തന്നെ. അതുകൊണ്ട് അതാണ് 3-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്, തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും അവൻ ചെയ്യുന്നു. എൻ്റെ 4ഉം 5ഉം 6ഉം മുതൽ അതൊരു 8 വരെയുള്ളതൊന്നും നമ്മളിപ്പം നമ്മൾ വായിക്കണ്ട. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതെന്താണ് സംഭവമെന്നും എന്താണ് അതിനെക്കുറിച്ച് ഇത് പറയുന്നതെന്നും. കാരണം നമ്മൾ ഇത് വായിച്ച് അതിനെ പറയുമ്പോൾ പലർക്കും അത് ഏറ്റെടുക്കാൻ കഴിയത്തില്ല. കാരണം നമ്മളിത് ഇവിടെ മാത്രമല്ലല്ലോ, നമ്മൾ മീഡിയാസിലൊക്കെ കൊടുക്കുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗം അവിടെ നിൽക്കട്ടെ. എന്നാൽ അതിൻ്റെ അടുത്തതായിട്ട് പറയുന്നത് ഇതാ 9-ാമത്തെ വാക്യത്തിലോട്ടൊന്ന് വന്നാട്ടെ. ഇസ്രായേലേ, യഹോവയിൽ ആശ്രയിക്കുക. അപ്പം ഇസ്രായേൽ എന്ത് ചെയ്യണം? യഹോവയിൽ ആശ്രയിക്കണം. ഈ ആശ്രയിച്ചാൽ മാത്രമേ എന്ത് ചെയ്യും? സഹായം. എന്റെ സഹായം എവിടെ നിന്ന് കടന്നു വരുന്നത്? ആകാശവും ഭൂമി ഉണ്ടാക്കിയ യഹോവയിൽ നിന്നാണ് കടന്നു വരുന്നത്. നമുക്കൊരു സഹായം കടന്നു വരണമെന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൽ നിന്നാണ് വരുന്നത്. നമുക്കൊരു നന്മ കടന്നു വരണമെന്നുണ്ടെങ്കിൽ എവിടെ നിന്നാണ് വരുന്നത്? ദൈവത്തിൽ നിന്നാണ് കടന്നു വരുന്നത്. മനുഷ്യർക്ക് ആർക്കും നമ്മെ ഒരു കാര്യത്തിലും ഒരു വാക്കുകൊണ്ടാകട്ടെ അല്ലെ ഒരു പ്രവൃത്തി കൊണ്ടാകട്ടെ താൽക്കാലികമായിട്ട് എന്തെങ്കിലും അവർക്ക് ചെയ്യാൻ കഴിയുന്നതല്ലാതെ നമുക്ക് ആർക്കും ഒരു പൂർണ്ണത നമുക്ക് തികച്ചു തരുവാൻ ആർക്കും കഴിയത്തില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് തരുമ്പോൾ അവൻ എന്ത് ചെയ്യും? അമർത്തി കുലുക്കി
നല്ലൊരളവിലേക്കാണ് നമുക്ക് നൽകി തരുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ഇസ്രായേലെ യഹോവയിൽ ആശ്രയിക്കുക, അവൻ അവരുടെ സഹായവും പരിചയം ആകുന്നു. അഹരോൻ ഗൃഹമേ യഹോവയിൽ ആശ്രയിക്കുക, അവൻ അവരുടെ സഹായവും പരിചയവും ആകുന്നു. അപ്പോൾ അഹരോന്റെ ഗ്രഹമായാലും ഉള്ള ഏത് ഗ്രഹമായാലും, ഇപ്പൊ ഗ്രഹങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി ഗ്രഹങ്ങളെ കുറിച്ച് പറയാനുണ്ട്. അതുകൊണ്ടാണ് ചുരുക്കമായിട്ട് അഹരോൻ ഗ്രഹത്തെ മാത്രം പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ അഹരോനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, മോശ ദൈവത്തിന്റെ സന്നിധിയിൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അഹരോൻ ഒരു സൈഡിൽ കൈ തൂക്കി പിടിച്ചു നിന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ടാണ് അവിടെ അത് വ്യക്തമായിട്ട് അവിടെ പറയുന്നത് അഹരോൻ ഗ്രഹമേ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യഹോവ ഭക്തന്മാരെ യഹോവയിൽ ആശ്രയിപ്പീൻ, അവൻ അവരുടെ സഹായവും പരിചയം ആകുന്നു. അടുത്തത് ഒരു അർത്ഥവത്തായ ഒരു വാക്യമാണ് 12-ാമത്തെ വാക്യം. യഹോവ നമ്മെ എന്ത് ചെയ്യുന്നു? ഓർക്കുന്നു. അവൻ അനുഗ്രഹിക്കും, അവൻ ഇസ്രായേൽ ഗ്രഹത്തെ അനുഗ്രഹിക്കും, അവൻ അഹരോൻ ഗ്രഹത്തെയും അനുഗ്രഹിക്കും. അപ്പോൾ ദൈവം അതിൻ്റെ ഫസ്റ്റ് ചാൻസാണ് നമ്മൾ നോക്കേണ്ടത്. ദൈവം എന്ത് ചെയ്യുന്നു? നമ്മെ ഓർക്കുന്ന ദൈവമാണ്. നമ്മെ ഓർക്കുന്ന ദൈവം ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? അതുകൊണ്ടാണ് അതിൻ്റെ മേളത്തെ വാക്യത്തിൽ അതിൻ്റെ 4 മുതൽ 8 വരെ വായിക്കേണ്ടെന്ന് പറഞ്ഞത്. കാരണം അങ്ങനെ ഉള്ളവർക്ക് ഒന്നും സ്പർശിക്കാൻ പോലും കഴിയത്തില്ല, ഒരു മണപ്പിച്ച് നോക്കാൻ പോലും പറ്റത്തില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം എന്ത് ചെയ്യുന്നു? നമ്മെ ഓർക്കുന്ന ദൈവമാണ്. ഹാഗാർ നിലവിളിച്ചപ്പോൾ കണ്ണുനീര് എന്ത് ചെയ്തു? അവിടെ ഹാഗാർ നിലവിളിച്ച് കരഞ്ഞപ്പോൾ മരുഭൂമിയിൽ എന്തു കൊടുത്ത്? അപ്പവും വെള്ളവും കൊടുത്തു, അല്ലേ? നീരുറ തുറന്ന് വെള്ളം കുടിക്കാൻ കൊടുത്ത് ഒരു അപ്പകഷ്ണവുമായിട്ട് ഓടിയ ഓട്ടമാണ്. എന്ത് പറ്റി? അവിടെ ദൈവം നീരുറ തുറന്നു കൊടുത്തു. അത് ഓർക്കാതെയാണോ ഇത് കൊടുക്കുന്നത്? ഹന്ന കരഞ്ഞപ്പോൾ ശമൂവേൽ ബാലനെ കൊടുത്തു. എന്തുകൊണ്ട്? ദൈവം ആ കണ്ണുനീർ കാണാത്തതുകൊണ്ടാണ്. കാണുകയും കേൾക്കുകയും നാം ആഗ്രഹിക്കുന്നത് നമുക്ക് സാധിപ്പിച്ചു തരുന്ന ദൈവത്തെയാണ് നാം ആരാധിക്കുന്ന ദൈവം. അതുകൊണ്ടാണ് ദൈവം നമ്മെ ഓർക്കുന്നു എന്ന് പറയുന്നത്. ആ ഓർക്കുന്ന ദൈവത്തിന്റെ ചില പ്രത്യേകതയൊക്കെ ഉണ്ട്. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർക്കുന്ന ദൈവമാണ്. നമ്മൾ 136-ാം സങ്കീർത്തനം എല്ലാ വർഷവും നമ്മൾ വായിക്കും, അല്ലേ? എല്ലാ വർഷത്തിന്റെ അവസാന 31 ഡിസംബർ 31 നമ്മൾ വായിച്ച് പോകുമ്പോൾ അവിടെ എന്താ പറയുന്നത്? എന്റെ താഴ്ചയിൽ എന്നെ ഓർത്തവനെ അവന്റെ ദയ എന്നേക്കുമുള്ളത്. അപ്പോൾ ഇങ്ങനെ ആ സങ്കീർത്തനം ഫുള്ള് അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഈ ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്യുന്നു? ഓർത്തോർത്ത് പറയുമ്പോൾ ജനം എന്താ ചെയ്യുന്ന? അവന്റെ ദയ എന്നേക്കുമുള്ളത്. അപ്പൊ നമ്മുടെ ദൈവത്തിന്റെ ദയയും പരിപാലനം എന്നേക്കുമുള്ളതാണ്. ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ല, ഒരു നിമിഷം കൊണ്ട് തീരുന്നതല്ല, ഒരു യുഗം കൊണ്ട് തീരുന്നതല്ല. ദൈവത്തിന്റെ മനുഷ്യൻ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം ദൈവത്തിന്റെ ദയ ആരെ പിന്തുടർന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കും. അത് ദൈവമാണ് കൽപ്പിച്ചിരിക്കുന്നത്. ദൈവം കൽപ്പിച്ചിട്ട് ഇല്ലെന്ന് പറയത്തില്ല. അതുകൊണ്ടാണ് അബ്രഹാം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അബ്രഹാം വിളിച്ച് ഇറക്കപ്പെട്ടപ്പോൾ, ഉൽപ്പത്തി 12:1 ആണ് അബ്രഹാം എന്ത് ചെയ്യുന്നു? വിളിച്ചിറക്കപ്പെട്ടവനായിട്ട്, വേർതിരിക്കപ്പെട്ടവനായിട്ട് പോകുമ്പോൾ എവിടേക്ക് പോകണമെന്ന് അറിയാതെയാണ് പുറപ്പെട്ടു പോകുന്നത്. എന്നാൽ ദൈവം അദ്ദേഹത്തിനും അറിഞ്ഞില്ലെങ്കിലും ദൈവത്തിന് അറിയാത്ത കാര്യമുണ്ട്. നമ്മൾ അറിയാതെ പല വഴിയിലും നമ്മൾ പോവും. എന്നാൽ ദൈവം നമ്മളെ കൃത്യമായുള്ള വഴിയിൽ തന്നെ കൊണ്ടെത്തിച്ചു. ഇസ്രായേൽ മക്കളെ കൊണ്ടെത്തിച്ച് ചൊവ്വയുള്ള വഴിയിലൂടെ അവരെ നടത്തിയത്. പക്ഷേ അതിനെന്താ വേണ്ടത്? ഹൃദയം പുറപുറുക്കാൻ പാടില്ല. ഈ മരുഭൂമി യാത്രയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ട്. വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമായിരിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ നാം മുന്നോട്ട് പോകുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ഭാരങ്ങൾ, വേദനകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴും ദൈവത്തിനറിയാം അവന് എത്രമാത്രം ഒരു വേദന സഹിക്കാനുള്ള ഘട്സ് ഉണ്ടാവും. നമ്മുടെ ദൈവത്തിന് അറിയാത്ത ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് വഹിക്കാൻ പറ്റാത്ത ഒരു ഭാരവും
നിങ്ങളുടെ മേൽ ഞാൻ വെക്കത്തില്ല. വഹിക്കാൻ പറ്റുന്ന ഭാരം മാത്രമേ തരത്തുള്ളൂ. ചൂട്, ഇപ്പോൾ നമ്മൾ പുറത്ത് ചൂടാണ്, ഇവിടെ അകത്ത് AC ഇട്ടിട്ടും ചൂട് തന്നെയാണ് നമുക്ക് കാണുന്നത്. എന്നാൽ നമ്മുടെ ശരീരത്തിന് പറ്റാവുന്നതിനപ്പുറമുള്ള ചൂട് നമ്മുടെ ശരീരത്തിൽ കൊള്ളുമോ? കൊള്ളത്തില്ല. കാരണം നമുക്കൊരു ശരീരത്തിന്, ഓരോരുത്തരുടെ ശരീരത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു ഹ്യൂമിഡിറ്റി, പവർ, അതിന് എങ്ങനെയാണ് നിർത്തേണ്ടതെന്നുള്ള ഇത് ദൈവം നമ്മൾ തന്നെ സൃഷ്ടിച്ച് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ദൂരെ ചൂട് കാണുമ്പോഴേ ഓടി ഒളിച്ചിരിക്കരുത്. ആ ചൂടിൻ്റെ മധ്യത്തിലും ദൈവത്തെ ആരാധിക്കാനായിട്ട് വരുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയോ? ആ ദൈവം അവൻ്റെ ദയ എന്ത് ചെയ്യും? കാണിക്കും. നമ്മൾ മടിച്ചിരുന്നാലോ നടക്കത്തില്ല. ഇപ്പം ചിലർ നാട്ടും പുറത്തൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, രാവിലെ എണ്ണീറ്റ്, മടിയന്മാരുടെ കാര്യമായി പറഞ്ഞത്, രാവിലെ എണ്ണീറ്റ് കാപ്പിയോ എന്തെങ്കിലുമൊക്കെ ചോദിക്കും. പണ്ട് കാലത്തൊക്കെ പഴങ്കഞ്ഞിയാണല്ലോ, അത് ചോദിച്ചിട്ട് കുടിച്ചു കഴിയുമ്പോൾ വയറൊക്കെ ഒന്ന് നിറഞ്ഞു കഴിയുമ്പോൾ, ഒരു ഏമ്പൊക്കെ വിട്ട് കഴിയുമ്പോൾ പയ്യ പറയും, ഭയങ്കര ഒരു മഴക്കാർ വരുന്നുണ്ട്, അതുകൊണ്ട് ആ തൂമ്പയൊക്കെ എടുത്ത് അടുത്ത് വെച്ചേക്കാൻ. എന്ന് വെച്ചാൽ പുള്ളി ജോലിക്ക് പോകാൻ പറ്റത്തില്ല. പക്ഷെ മഴക്കാറായിട്ട് വരും. നമ്മുടെ ജീവിതത്തിൽ പല കാർമേഘങ്ങളൊക്കെ വന്നെന്ന് വരും. എന്നാൽ അതിനെയൊക്കെയും അതിജീവിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മെ ഓർക്കുന്ന ദൈവമാണ്, നമ്മെ വിടുവിക്കുന്ന ദൈവമാണ്, നമ്മെ കരുതുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് അടുത്തത് പറയുകയാണ്, അതാണ് ഞാൻ 115-ന്റെ 4 മുതൽ 8 വരെ വായിക്കേണ്ടെന്ന് പറയേണ്ട കാരണം ഇതൊന്നും ഇല്ലാത്തവർക്ക് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അവരന്ന് ഇന്നും അത് തന്നെ അവരുടെ ബിസിനസ്സാണ്. അബ്രഹാമിന്റെ അപ്പന്റെ പണി എന്തായിരുന്നു? അതൊക്കെ തന്നെയായിരുന്നു. അവിടെ നിന്നാണ് ദൈവം വിളിച്ചു കൊണ്ടുവരുന്നത്, കൊണ്ട് ഇറക്കി പുറപ്പെടുന്നത്. അതൊന്ന് വായിച്ചിട്ട് മുന്നോട്ട് പോവാം. ഉൽപ്പത്തി 12-ന്റെ 1-2. യഹോവ അബ്രഹാമിനോട് അരുളിച്ചത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. അപ്പോൾ എല്ലാരെയും വിടണം, വിടേണ്ടതിനെയൊക്കെ വിടണം. വിട്ടാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഈ ചിലതുണ്ട്, കാലിൽ ചുറ്റി കിടക്കുന്ന വള്ളിയെ പോലെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ചുറ്റിക്കിടക്കും. ചിലരുടെ ജീവിതത്തിൽ കൂട്ടുകാരനായിരിക്കും. അത് ഒരു പിടിവള്ളിയാണ്. അത് വിട്ടുകൊടുക്കത്തില്ല, അങ്ങോട്ട് പോകത്തില്ല. കൂട്ടുകാരൻ പറയും, ഓ എന്തിനാടാ പോയി, നമുക്ക് ഇവിടെ ഇരുന്ന് കുറച്ച് വർത്താനം പറയാമെന്ന്. അപ്പോൾ അത് കേൾക്കുമ്പം അവിടെ ഇരുന്നങ്ങ് പോവും. പിന്നെ ദൈവത്തെ ആരാധിക്കാനൊന്നും പോകാൻ പറ്റത്തില്ല. അപ്പോൾ ദൈവം കൽപ്പിക്കുന്ന എന്താണ്? നീ ഒന്നിനെയും കൊണ്ടുപോകണ്ട, എല്ലാത്തിനെയും വിട്ടിട്ട് നീ പോവുക. പോയാൽ മാത്രമേ നിനക്ക് എത്തിച്ചേരേണ്ട ലക്ഷ്യസ്ഥാനത്ത് നിനക്ക് എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ. അടുത്തതായിട്ട് പുറപ്പാട് പുസ്തകം 2-24. യഹോവ നമ്മെ ഓർക്കുന്നു എന്ന് പറയുന്നതിന്റെ ദൈവം അവരുടെ നിലവിളി കേട്ടു. ദൈവം അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമവും ഓർത്തു. നോക്കി, ദൈവം ഇസ്രായേൽ മക്കളുടെ നിലവിളിയെ ദൈവം എന്ത് ചെയ്യുന്നു? കേട്ട് അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത നിയമത്തെ എന്ത് ചെയ്യുന്നു? ഓർക്കുകയും ചെയ്യുന്നു. അപ്പം ഒരു നിയമം വെച്ചിട്ടുണ്ട്, നീ ഇന്ന വഴി കൂടെ തന്നെ പോകണം, ഇന്നത് തന്നെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ആ സമയത്ത് ദൈവം എന്ത് ചെയ്യും? ഓർക്കും നമ്മെ. അതുകൊണ്ടാണ് നമ്മൾ രാജാവിൻ്റെ ഹൃദയത്തെ ദൈവം ഉറക്കാതെ ഉണർത്തിയെന്ന് നമ്മൾ പറയുന്നില്ലേ? ദിനവൃത്താന്ത പുസ്തകത്തിൽ എടുത്തു വെച്ചിട്ട് ഹാമാന്റെയും മൊർദെഖായിയുടെയും വിഷയം നമ്മൾ പഠിക്കുമ്പോൾ പറയാറില്ലേ? കാരണം മൊർദെഖായിയെ ഹാമാൻ എന്ത് ചെയ്യുന്നു? കുരുക്കുക, അവനെങ്ങനെയെങ്കിലും കൊല്ലണം, അവനെ വെച്ചേക്കരുത്, അവന് വേണ്ടി ഒരു കഴിമുരം ഉണ്ടാക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതിയെ ഒരിക്കലും മാറ്റിവെക്കത്തില്ല. ദൈവം എന്ത് ചെയ്യുന്നു?
എന്തെങ്കിലും ഒരു ദിവസം ദൈവസന്നിധിയിൽ ഒരു നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം ഓർക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് രാജാവിന്റെ ഹൃദയത്തെ എന്ത് ചെയ്യുന്നത്? ഉറക്കാതെ, അല്ലെങ്കിൽ രാജാവിന് എന്താ ഒന്നും അറിയേണ്ട ആവശ്യം വരുന്നില്ല. അദ്ദേഹത്തിന് വട്ടുമത്തയിൽ കിടക്കാം, തോഴിമാരും തോഴന്മാരും ഒക്കെ ഉണ്ട്. അവർക്ക് വെഞ്ചാമരം എന്ന് പറയുന്ന സാധനം വീശി കൊടുക്കാനായിട്ട്, ഉറക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് എൻജോയ് ചെയ്യാനുള്ള എല്ലാ ഇതും ഉണ്ട്. എന്നാൽ ദൈവം എന്ത് ചെയ്തു? രാജാവിന്റെ ഹൃദയത്തെ ഉറക്കാതെ നീ എഴുന്നേറ്റിരുന്ന് ഇതൊന്ന് വായിക്കെന്ന് പറഞ്ഞു. ഇതുപോലെയാണ് ദൈവത്തിന്റെ വചനവും. നമ്മൾ വായിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ദൈവം ചിലത് വെളിപ്പെടുത്തി തരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്ന സങ്കീർത്തനക്കാരൻ യഹോവ നമ്മെ ഓർക്കുന്ന ദൈവമാണ്. അടുത്തതായിട്ട് നമ്മുടെ ദൈവം എവിടെ ഉണ്ട്? സ്വർഗത്തിലുണ്ട്. സ്വർഗം യഹോവയുടെ 16-ാമത്തെ വാക്യം. ഈ ദൈവം 15 തൊട്ട് വായിക്കും പാസ്റ്റർ. ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകും. ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയാൽ നിങ്ങൾ ആരാണ്? അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നമ്മൾ ആരും ശപിക്കപ്പെട്ടവരല്ല. നാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട മക്കളാണ്, ദൈവത്തിന്റെ മക്കളാണ്. അതുകൊണ്ട് ദൈവം നമ്മളെ ഒരിക്കലും ഉണ്ടല്ലോ തള്ളിപ്പറയത്തില്ല. വേറൊരു സംഭവം കൂടെ പറയാം. ദാനിയേലിന്റെ ജീവിതത്തിൽ ദാനിയേലിനെ സിംഹക്കൂട്ടിൽ എടുത്തിടുമ്പോൾ എല്ലാവരും ചിന്തിച്ചിരിക്കുന്നത് എന്നാണെന്നറിയോ? ഇവരെ കടിച്ചു കീറി അല്ല ഒരു അല്പം പോലും, ഒരു കഷ്ണം പോലും കിട്ടത്തില്ല എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യുന്നു? സിംഹത്തിന്റെ വായെ അടച്ചു വെക്കുന്നു. നമ്മൾക്ക് പറയാം പല്ലില്ലാത്ത സിംഹമെന്ന് എന്നും പറയാം. അപ്പം രാജാവ് എന്ത് ചെയ്യുന്നു? ദാനിയേൽ ചെയ്ത പ്രവൃത്തി രാജാവിന് അറിയാം. അതുകൊണ്ട് രാജാവ് ഓടി അതിരാവിലെ തന്നെ ചെല്ലുന്നു. ആരെങ്കിലും വിട്ടാ പോരെ? ദൈവം അവന്റെ ഹൃദയത്തോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. നീ അങ്ങോട്ട് പോകണം. അതാണ് നമ്മെ ഓർക്കുന്ന ഒരു ദൈവം എന്ന് ഞാൻ പറയാൻ കാരണം. നമ്മെ ഓർക്കുന്ന ദൈവം. അപ്പം അങ്ങോട്ട് ചെന്നിട്ട് അവനെ പോയി നോക്കാനായിട്ട് ആരോടാ? രാജാവിനോട് തന്നെയാ പറയുന്നത്. കാരണം ഒരാള് പോയി കണ്ടിട്ട് വന്ന് പറയുമ്പോൾ എന്തായിരിക്കും എന്നറിയോ? അതിന്റെ ഡെൻസിറ്റി അയാളുടെയും കൂടെ ഒരല്പം കൂടെ കയറ്റി വെച്ച് പറയും. നീ നിന്റെ കണ്ണുകൊണ്ട് തന്നെ കാണണം, അന്യനല്ല, സ്വന്തം കണ്ണുകൊണ്ട് തന്നെ നീ കാണണം. യോബിനോട് പറഞ്ഞതുപോലെ അതുപോലെ തന്നെയാണ് രാജാവോടെ പോയിട്ട് കണ്ടത്. അതുകൊണ്ട് എന്ത് പറ്റി? ദാനിയേലിന് ഒന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു. ആ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. അപ്പൊ നമ്മുടെ 16 വായിച്ചാട്ടെ. സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു, ഭൂമിയെ അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. അപ്പം ദൈവം വസിക്കുന്നത് എവിടെയാ? സ്വർഗത്തിൽ. ഭൂമി ആർക്ക് വേണ്ടിയാ കൊടുത്തിരിക്കുന്ന? മനുഷ്യന് വേണ്ടി. ഈ മനുഷ്യന് വേണ്ടി കൊടുത്തിരിക്കുന്ന ഭൂമിയെ മനുഷ്യൻ എന്ത് ചെയ്യണം? സൂക്ഷിക്കാൻ കടപ്പെട്ടവനാണ്. പലപ്പോഴും മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ഭൂമിയെ സൂക്ഷിക്കുന്നില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? പല പ്രതിസന്ധികളും കടന്നു വരുന്നു. കഴിഞ്ഞ ദിവസം ഒരു ആള് മീഡിയയിൽ പറയുന്നു പ്രകൃതി ദുരന്തങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതിനെ കുറിച്ച്. അതിന് മനുഷ്യനാണ് കാരണക്കാരനാണ്. അദ്ദേഹം പറഞ്ഞത് കറക്റ്റായ കാര്യമാണ്. കാരണം എന്തുകൊണ്ടാ? ഒരു ഡാം പണിയണമെന്ന് പറഞ്ഞാൽ ഡാം പണിയണം. നമ്മുടെ ഡാമിൽ വെള്ളം കൂടുതലുണ്ടെങ്കിൽ മറ്റൊരുത്തന് കൊടുക്കണം. അടുത്ത സ്റ്റേറ്റ് അല്ല നോക്കേണ്ടത്, അവരെ മനുഷ്യനായിട്ട് കാണണം, കണ്ടിട്ട് കൊടുക്കണം. ഇന്ന് അതിനുവേണ്ടി തന്നെ അടിയാ വെച്ചോണ്ടിരിക്കുന്നു. ഇതെന്ത് ചെയ്യുന്നു? നിറഞ്ഞു കവിഞ്ഞു വരുമ്പോൾ ഇത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ടാണ് പലരും ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത്. ഡാം ഉണ്ടാക്കുമ്പം എത്ര അടി താഴ്ചയുണ്ടോ അത്രയും താഴ്ചയിലൊന്നും ഇപ്പോൾ വെള്ളമില്ല. കാരണം എന്തുകൊണ്ടാ? ചെളിയും മണ്ണും എല്ലാം കൂടെ ഒന്ന് അടിഞ്ഞു കിടക്കുകയാണ് ചെയ്യുന്നത്. അതൊക്കെ കോരി മാറ്റണം. അതിനൊക്കെ ആരെങ്കിലും സമ്മതിക്കുമോ? സമ്മതിക്കത്തില്ല. മണൽ വാരിയ കുറ്റം. തോടുകൾ കവിഞ്ഞൊഴുകുന്നു. എങ്ങനെ? കച്ചട എല്ലാം കൊണ്ട് അതിൻ്റെ അകത്തോട്ടാണ് ഇടുന്നത്. നമ്മൾ പാർക്കുന്ന ഈ ദേശത്തെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈവൻ വണ്ടി ഓടിച്ചു പോകുമ്പോൾ വണ്ടിക്കകത്തിരുന്ന് ഒരു ചെറിയ ടിഷ്യൂവിൻ്റെ കഷ്ണം പോലും നമ്മൾ പുറത്തേക്ക് എറിയാൻ പാടില്ല. എറിയുന്ന കണ്ടു കഴിഞ്ഞാൽ അവന് വലിയ ഫൈനാണ് വരുന്നത്. വണ്ടിയെ ഇരുന്നിട്ട് ഡോറ്
ഗ്ലാസ് താത്തിട്ട് വെളിയിലോട്ട് തുപ്പാൻ പാടില്ല റോട്ടിലോട്ട്. നമ്മുടെ നാട്ടിൽ അതൊക്കെയാണോ ചെയ്യുന്നത്? ചിലപ്പോൾ അറിയാതെ നമ്മൾ ചെയ്തു പോകുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ, ഇവിടെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്നറിയോ? ഭീമമായ നമ്മൾ ഫൈൻ കൊടുക്കേണ്ടി വരും. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ പറഞ്ഞാൽ ആർക്കെങ്കിലും മനസ്സിലാവുമോ? മനസ്സിലാകത്തില്ല. കൈ കിട്ടുന്നതൊക്കെ എൻ്റെ വീടും പരിസരവും അങ്ങനെ നന്നായിരിക്കണം, മറ്റുള്ളവരുടെ എങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് വലിച്ചു വരെയും അറിയും. എത്ര ഗവൺമെന്റ് എത്ര ദിവസം ആളെ വെച്ചിട്ട് 100 ദിവസത്തെ ജോലി എന്നൊക്കെ പറഞ്ഞിട്ട് അയൽക്കൂട്ടം എന്നൊക്കെ പലതും വെച്ച് അങ്ങനെ ചെയ്താൽ പോലും ഇവരെന്ത് ചെയ്യുന്നു? പിന്നെയും ആ പഠിച്ചതേ പാടത്തുള്ളൂ. അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? പ്രകൃതി ശോഭിക്കുക ചെയ്യുന്നത്. പ്രകൃതി എന്ത് ചെയ്യുന്നു? നിന്ന് അത് മനോഹരമായിട്ടുള്ള കുന്നുകളും മലകളും ഒക്കെ ഇപ്പൊ എന്ത് ചെയ്യുന്നു? അപകട നിലയിൽ എത്തി നിൽക്കുന്നു. നിറഞ്ഞു കവിയുമ്പോൾ അത് ഒഴുകിപ്പോകാനായിട്ടുള്ള സ്ഥലം പോലും ഇല്ലാതായി വരുന്നു. നമ്മൾ മനസ്സിലാക്കണം, ഒരിക്കലും അങ്ങനെ നമ്മൾ ചെയ്യരുത്. നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്യണം. ഒരു അനർത്ഥം വരുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. വന്നു കഴിഞ്ഞിട്ടല്ല നമ്മൾ നോക്കേണ്ടത്. എത്ര പേരുടെ പ്രിയപ്പെട്ടവരുടെ കുടുംബങ്ങൾ നഷ്ടപ്പെട്ടു പോയി, മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ, ഓരോരുത്തരെ എടുത്തു വെച്ചിട്ട് അതുങ്ങൾ നിലവിളിക്കുന്നത് കാണുമ്പോൾ നമുക്ക് സങ്കടകരമായ കാര്യമാണ്. എന്നാൽ ദൈവത്തെ എന്ത് ചെയ്യണം? ദൈവം നമ്മെ ഓർക്കുന്ന ദൈവമാണ്. സ്വർഗത്തിൽ സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു, ഭൂമി മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. സങ്കീർത്തനം 8:89-11. സങ്കീർത്തനം 89:11. ആകാശം നിനക്കുള്ളത്, ഭൂമിയും നിനക്കുള്ളത്, ഭൂതലവും അതിന്റെ പൂർണ്ണതയും നീ സ്ഥാപിച്ചിരിക്കുന്നു. അപ്പം ഈ ആകാശം ആർക്കുള്ളതാ? ദൈവത്തിന്റെ കയ്യിലാ. ഭൂമിയും ഭൂതലവും ഒക്കെ ആരുടെ കയ്യിലാ? ദൈവത്തിന്റെ കയ്യിലാ. ആ ദൈവത്തിന്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു സാധനത്തെയാണ് മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് കൊടുത്തിരിക്കുന്നത്. അതിനെ ഒരിക്കലും ദുഃഖിപ്പിക്കാൻ ആർക്കും കഴിയത്തില്ല. വായിച്ചാട്ടെ, ഉൽപ്പത്തി പുസ്തകം 1:28, ജനസിസ് 1:28. സൃഷ്ടിപ്പിന്റെ സമയത്തെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താനബുദ്ധിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിമേലും സകല ഭൂജന്തുക്കന്മേലും വാഴുവീൻ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ദൈവം അവരെ അനുഗ്രഹിച്ചു. എല്ലാ സൃഷ്ടിപ്പും കഴിഞ്ഞിട്ട് ദൈവം എന്ത് ചെയ്യുന്നു? അവരെ അനുഗ്രഹിച്ചിട്ട് അവരോട് പറയുകയാണ്, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി നിറഞ്ഞ് അതിനെ അടക്കിയിട്ട് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യങ്ങളിലും ആകാശത്തിലെ പറവജാതികളിലും പറവജാതികളിന്മേലും സകല ഭൂജന്തുക്കളുടെ മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു. അപ്പോൾ ദൈവം എല്ലാത്തിന്റെ മേലും അധികാരം മനുഷ്യന് കൊടുത്തിട്ട് എന്ത് ചെയ്തു? വാഴാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അതിനെ ദുരുപയോഗം ചെയ്യാനായിട്ട് പറഞ്ഞിട്ടില്ല. അധികാരം തന്നിരിക്കുന്നെന്ന് പറഞ്ഞിട്ട് അധികാരത്തിന്റെ കസേരയിൽ ഇരുന്ന് കഴിയുമ്പോഴത്തേന് പലതും തോന്നും, പലതും വെട്ടിപ്പിടിക്കണമെന്ന് തോന്നും. അങ്ങനെയല്ല ദൈവം പറഞ്ഞിരിക്കുന്നത്. ദൈവം പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദൈവത്തിന്റെ പ്രവൃത്തിയെ അന്നും ഇന്നും ഒന്നുപോലെ തന്നെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യന്റെ പ്രവൃത്തിയാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഒരു വാക്യം കൂടെ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14:2. ജോൺ ചാപ്റ്റർ 14:2. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തോളൂ. ആമേൻ, ഹല്ലേലൂയ. നമ്മെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ടെന്ന 1-2 അല്ല, അനേക വാസസ്ഥലങ്ങളുണ്ട്. അതിലേക്ക് ചേർക്കുവാൻ വേണ്ടി
ഈ ഭൂമിയിലേക്ക് അരുമനാഥനായ യേശു ക്രിസ്തു സ്വർഗം വിട്ട് സ്വർഗത്തിലെ സകല മഹിമ ഉപേക്ഷിച്ചു ദാസരൂപമെടുത്ത് വേഷത്തിൽ ഒരു മനുഷ്യനെ പോലെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഫിലിപ്പിയർ 2-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാം, ഇറങ്ങി വന്ന ആ ദൈവം എന്ത് ചെയ്തു? പിന്നെയും നമ്മെ ചേർത്ത് കൊള്ളുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വന്നിട്ട് ഞാൻ പോയതുപോലെ അങ്ങ് പോയെന്നല്ല, ഇനിയും ഞാൻ വന്ന് നിങ്ങളെ എന്ത് ചെയ്യും? ചേർത്ത് കൊള്ളുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതിന്റെ താഴോട്ടുള്ള വാക്യങ്ങൾ, മരിച്ചവരും മൗനതയിൽ ഇരിക്കുന്നവരും ആരും യഹോവയെ സ്തുതിക്കുന്നില്ല, നാമോ ഇന്നു മുതൽ എന്നേക്കും ദൈവത്തെ എന്ത് ചെയ്യും? സ്തുതിക്കും, സ്തോത്രം ചെയ്യും. അതുകൊണ്ട് ആരാധനയ്ക്ക് വരുമ്പോൾ മരിച്ചവനെ പോലെ ഇരിക്കാനല്ല, മൗനതയിൽ ഇരിക്കാനല്ല, ദൈവത്തെ സ്തുതിക്കുന്നവരായിട്ട് ഇരിക്കണം. കാരണം മരിച്ചവർക്കാണ്, കുഴിയിൽ ഇറങ്ങിയവരും, അതിന് ഒത്തിരി പറയാനുണ്ട്, ഇതിന് അനുബന്ധമായിട്ടുള്ള ഒത്തിരി വാക്യങ്ങളുണ്ട്. പക്ഷെ കുഴിയിൽ ഇറങ്ങിയവരാരും സ്തുതിക്കത്തില്ല, അവർ ഇറങ്ങിപ്പോയി. എന്നാൽ ദൈവത്തെ സ്തുതിക്കുന്നത് ആരാന്നറിയോ? നാം ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്. അതുകൊണ്ടാണ് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരാണ്. സകലതും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നതാണ്. നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, നിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം ഹല്ലേലൂയ, സ്തോത്രം, നാമത്തിന് മഹത്വം വരുത്തണമേ. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും നമ്മൾ പറഞ്ഞു വിടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഞങ്ങൾക്കല്ലേ, യഹോവേ ഞങ്ങൾക്കല്ല എന്ന്. എന്നാൽ ദൈവത്തിന്റെ ദയയും വിശ്വസ്തതയും ഹല്ലേലൂയ, സ്തോത്രം, എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല, എത്ര ഹല്ലേലൂയ വർണ്ണിച്ചാലും മതി വരത്തില്ല. ദൈവം തന്റെ വിശുദ്ധിയിൽ നിന്നുകൊണ്ട് അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിവൃത്തിയാക്കുക തന്നെ ചെയ്യും. ദൈവം തന്നെ നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.